Hello guys, what's up and welcome back to my channel Edmil. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെല്ലാവരും റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ പലർക്കും അതിന്റെ യൂസ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. നമ്മൾ സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വേറെ ഒന്നല്ല, ക്യാപ്ച എന്നാണ് ഇതിന്റെ പേര്. ഈ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ ചിലർക്ക് ക്ലിക്ക് ആയിട്ടുണ്ടാവും, ചിലർക്ക് ക്ലിക്ക് ആയിട്ടുണ്ടാവില്ല. ഈ ഒരു സംഭവം നമ്മൾ ഈ പേര് ചിലർക്ക് അറിയായിരിക്കില്ല, അപ്പൊ ചിലപ്പോൾ അതിന്റെ വർക്കിംഗ് അറിയായിരിക്കില്ല. പക്ഷെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു ക്യാപ്ചനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വേറെ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ക്യാപ്ച എന്നുള്ളൊരു വേർഡിന് ഫുൾ ഫോം പറയാം. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടർ ആൻഡ് ഹ്യൂമൻ അപ്പാർട്ട്. അതായത് ഈ ഒരു ക്യാപ്ച എന്ന് പറയുന്ന സംഭവം മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാംഡ് കോഡാണിത്. ഓക്കെ, ഈ ഒരു സംഭവം ഇപ്പൊ ഈ ഒരു കാണുന്ന ഫോട്ടോയിൽ ഈ ഫോട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എന്താ സംഭവം എന്ന്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മനുഷ്യനെയും കമ്പ്യൂട്ടറും വേർതിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയാം. ഈ ഒരു ക്യാപ്ച എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഇപ്പൊ ചില സൈറ്റുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിൽ വെറുതെ ഒരു ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ സൈഡിലൊരു ഇത് സ്ക്വയർ കാണാം, അതിൽ നമ്മൾ ടിക്ക് ചെയ്യണം. ചില ഇതിലാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പൊ ഈ നേരത്തെ കണ്ട ഫോട്ടോയിലത്തെ പോലെ ചില നമ്പേഴ്സ്, ലെറ്റേഴ്സ്, സിമ്പിൾസ് അങ്ങനെയൊക്കെ തന്നിട്ട് ആ ഒരു സംഭവം നമ്മളൊരു ടൈപ്പ് ചെയ്യാൻ പറയും അടിയിൽ. പിന്നെ വേറെ ചിലത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു ഫോട്ടോ തരും. ആ ഫോട്ടോ, അതായത് ഇതിപ്പോ ഒരു ഫോട്ടോയിൽ ഒരു സൈക്കിളിനെ തന്നിട്ട് ഒരു അടിയിൽ കുറെ ഫോട്ടോസ് തരും. അത് കഴിഞ്ഞിട്ട് ഈ സൈക്കിൾ, അതായത് ഇതിന്റെ സിമിലർ ഇമേജസ്, അതായത് ഈ സൈക്കിളുള്ള ഫോട്ടോസ് നമ്മൾ അതിൽ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ നമുക്കത് കാരണം നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ച് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളോട് അത് പറഞ്ഞിട്ട് നമ്മളത് കണ്ടുപിടിക്കണം. ഈ ഒരു ക്യാപ്ചയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്ച നമുക്ക് മനുഷ്യന്മാർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിളാണ്. പക്ഷേ റോബോട്ടുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ അവരെന്താണ് പ്രോഗ്രാം ചെയ്തേണ്ടത് ആ ഒരു പ്രോഗ്രാം മാത്രമാണ് അവർക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ലോജിക്കലായിട്ട് അവർക്ക് തിങ്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം, മെയിൻ ഒരു പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ പ്രിൻസിപ്പിൾ ഇവിടെ വരുന്നത് അതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു സൈറ്റ്, ഏതാ സൈറ്റ് എന്ന് പറയുന്നില്ല, ആ ഒരു സൈറ്റ് ഹാക്കായിട്ട് ഹാക്കേഴ്സ് എന്താന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സേഫ് അല്ലാത്ത ഒരു സൈറ്റ് ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ഹാക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആ ഒരു സൈറ്റിന്റെ അതൊരു പബ്ലിക് സൈറ്റ് ആണ്. അപ്പൊ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റ് സേഫ്റ്റി ആക്കുമ്പോൾ അതിൽ ക്യാപ്ച നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. അപ്പൊ ക്യാപ്ച വരുമ്പോൾ ഹാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം റോബോട്ട്സിന് ഈ ഒരു ക്യാപ്ച ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ക്യാപ്ച കണ്ടുപിടിച്ചത് 2003 പക്ഷെ ഇപ്പോൾ അതായത് സംഭവം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ. ശരിക്കും സൈറ്റ്സിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എല്ലാവരും ആക്സെപ്റ്റബിൾ ആയി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ക്യാപ്ച കാണുമ്പോൾ തന്നെ അറിയാം ചിലപ്പോൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ് അതെങ്ങനെയായിരിക്കും, പക്ഷെ അത് സ്ട്രെച്ച്ഡ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വൈഡ് ആയിരിക്കും, ചിലപ്പോൾ ബോൾഡ് ആയിരിക്കും. അതുപോലെ അതിന്റെ മുകളിൽ കൊണ്ടൊരു സ്ട്രൈക്ക് ഉണ്ടാവും, അതായത് അതൊരു ടെക്സ്റ്റ് വെട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ റോബോട്ട്സിന് എങ്ങനെയാണ് ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ എഴുതിയ ടെക്സ്റ്റ് മാത്രമേ റോബോട്ട്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് ഒരു മനുഷ്യന് ശരിക്കും 10 സെക്കൻഡ്സോളം വേണ്ടി വരുന്നതാണ് ഒരു ക്യാപ്ച ഐഡന്റിഫൈ ചെയ്ത് ടൈപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഏകദേശം 10 സെക്കൻഡ്സോളം വേണ്ടി വരുന്നതാണ് സാധാരണ ഇതിന്റെ ഇത് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ക്യാപ്ചയുടെ നെഗറ്റീവ് സൈഡ്സിൽ, എല്ലാത്തിനും അതിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് സൈഡ്സിലേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിളിന് അവർക്കൊക്കെ ഈ ഒരു ക്യാപ്ച എന്ന് പറയുന്നത് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. വളരെ സേഫ് ആണ് ക്യാപ്ച ഉപയോഗിക്കുന്നതുകൊണ്ട്, സൈറ്റ്സ് ഒക്കെ വളരെ സേഫ് ആയിരിക്കും. സ്പാൻ റോബോട്ടിക്സ് നിന്നും ഒരു എക്സ്റ്റെന്റ് വരെ ഈ ഒരു സൈറ്റ്സിനെ ക്യാപ്ച പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഇന്ന് ഈ ഒരു സംഭവം വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്, ക്യാപ്ചനെ കുറിച്ചാണ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഒരു ക്യാപ്ചനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഇതിന്റെ ഫുൾ ഫോം, അതിന്റെ വർക്കിംഗ് ഒന്നും പലർക്കും അറിയില്ലെങ്കിലും ഇത് എന്താണ് സംഭവം, നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്കാണ് ഈ ഒരു സംഭവം ഈ വീഡിയോ ഒന്ന് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് അറിയാത്ത വല്ല ഫ്രണ്ട്സോ അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കാരണം അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ബിസിയാണ്, കാരണം ക്ലാസ്സൊക്കെ അതിന്റെ ഇടയിലൊക്കെയാണ് യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കുറെ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കാരണം ഇതെന്റെ ഒരു പാഷനാണ്. ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. അപ്പൊ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.